നമസ്കാരം, നേഷൻ ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളോടൊപ്പം ഉള്ളത് ശംഭുറ്റി ദാസ്. നമസ്കാരം സർ. നമുക്ക് അറിയാം, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയമാണ്. നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള ഒരാളെയാണ് ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണത്തിന്മേൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ 2-3 വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറെ അധികം സെക്ഷൻസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോ ഇങ്ങനൊരു വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതിന് മുമ്പത്തെ കേസ് ഉണ്ടായ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പോലീസിന്റെ പിടിപ്പുകൊണ്ടും കഴിവുകൊണ്ടും മാത്രമാണ് മൂന്നാമതൊരു പരാതി വരേണ്ട സാഹചര്യം ഉണ്ടായത്. കാരണം കോടതിയിൽ അയാൾ മുൻകൂർ ജാമ്യത്തിന് ഹർജി കൊടുത്ത് കോടതിയായ ജാമ്യഹർജി പരിഗണിക്കാതെ കുറേ ദിവസം അത് പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ ഒരു മനോഭാവത്തോടു കൂടി തന്നെ അത് നീട്ടിക്കൊണ്ടുവരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാംഗ്ലൂരിലാണ്, മംഗലാപുരത്താണ്, സത്യമംഗലം കാട്ടിലാണ്, വേറെ ഏതോ ഗൂഢാലോചനയിലാണ്, തമിഴ്നാട്ടിലാണെന്നൊക്കെ പറഞ്ഞ് പോലീസ് ദിവസങ്ങളോളം ഇയാളുടെ പുറകെ നടക്കുകയും ഞങ്ങളിതാ തൊട്ടടുത്തെത്തി അരമണിക്കൂറായപ്പോഴേക്കും അയാൾ അവിടുന്ന് ചാടിക്കളഞ്ഞു എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യാൻ കഴിയാണ്ട് വരികയും ചെയ്തു. അങ്ങനെ അവസാനം കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുന്ന സാഹചര്യം വന്നു. യഥാർത്ഥത്തിൽ പോലീസിന്റെ മുഖം നഷ്ടപ്പെട്ട ഒരു നാണക്കേടുണ്ടായിട്ടൊരു സമയത്ത് അത് ഇത്രയും ഗൗരവമായിട്ടുള്ള ആരോപണമാണ് നടന്നിട്ടുള്ളത്. ഒരു MLA-ക്കെതിരെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയൊക്കെ ഉണ്ടായിട്ടുള്ള ആരോപണത്തിന് സമാനമായിട്ടുള്ള ഒരെണ്ണം നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവും നമ്മൾ വിചാരിച്ചത് പോലുമില്ല. അതും ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയെന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും കളിയാക്കി പറയുന്നത് പോലെ ഞരമ്പ് രോഗമാണ് അല്ലെങ്കിൽ കോഴിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ലഘൂകരിക്കാവുന്ന ലളിതവൽക്കരിക്കാവുന്ന ഒരു സംഭവം അല്ല ഇത്. ഇതൊരു സെക്ഷൽ പ്രെഡേറ്റർ എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഇരപിടിയ മനോഭാവത്തോടു കൂടി ഒരു കൃത്യമായിട്ടുള്ള മോഡസ് ഓപ്പറാൻഡി സെറ്റ് ചെയ്ത് ഒരേ തരത്തിലുള്ള ഇമോഷണൽ വൾണറബിലിറ്റീസ് ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ കുടുംബപരമായ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ ഒരു കൃത്യമായിട്ടുള്ള ടാർഗറ്റായി കണക്കാക്കിയിട്ട് അവരെ ഒരേ രീതിയിൽ സമീപിച്ചു. അവരുടെ രക്ഷകനായിട്ട് ആദ്യം അവതരിപ്പിക്കുന്നു, അവർക്ക് ആശ്വാസം പകരുന്നു, അതിനുശേഷം അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു, അതിനുശേഷം വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു, ഞാൻ തന്നെ വിവാഹം കഴിച്ചോളാൻ ഉറപ്പ് കൊടുക്കുന്നു, പിന്നെ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കണമെങ്കിൽ ആദ്യം ഗർഭിണി അവിടെ നിന്ന് പറയുന്നു. അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് ഇവരെ ഗർഭിണികളാക്കുന്നു. ഈ ഗർഭിണിയാക്കുന്നു എന്ന് പറയുന്ന ആക്ട് തന്നെ അത് യഥാർത്ഥത്തിൽ റേപ്പാണെന്നാണ് വിക്ടിംസ് എല്ലാവരും പറയുന്നത്. അത്രയും ക്രൂരമായ, അത്രയും മനുഷ്യത്വ വിരുദ്ധമായ രീതിയിൽ അവരോട് ഇടപെടുന്നു. അപ്പൊ എന്തൊക്കെയോ തരത്തിലുള്ള പെർവർഷൻസ് ഉള്ള ഒരാള് ഇരകളോട് തന്റെ തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് എല്ലാം തീർക്കുന്ന രീതിയിലാണ് ഇവരോടൊക്കെ ഇടപെടുന്നത്. അങ്ങനെ ബോധപൂർവ്വം ഇവരെ ഗർഭിണികളാക്കുന്നു, അതിനുശേഷം അബോർട്ട് ചെയ്യാൻ നിർബന്ധിക്കുന്നു, ഗർഭചിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഇത് ഒരാളല്ലല്ലോ, ഇത് 2-3 ഇപ്പൊ തന്നെ 3 ആളുകൾ വന്നു, 3 കേസുകൾ വന്നു. ഈ പറയപ്പെടാത്ത, അതായത് പരാതികളായി മാറിയിട്ടില്ലാത്ത എത്രയോ കേസുകളുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയുന്ന പല സംഭവങ്ങളുണ്ട്. കേസുകളൊക്കെ നടന്നിട്ടുള്ളത് 2 വർഷമൊക്കെ മുമ്പാണ്. 2024 ഈ പറയുന്ന കേസ് നടന്നിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ രാഷ്ട്രീയപരമായി ഇപ്പൊ കൊണ്ടുവന്നതാവാനും ചാൻസ് ഇല്ല. ഇത് നടന്നിട്ടില്ല എന്നല്ല, നടന്നിട്ടുണ്ടാവാം. പക്ഷെ രാഷ്ട്രീയപരമായി ഇപ്പൊ നേരത്തെ പറഞ്ഞു 2 കേസുകളിലും പോലീസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. പക്ഷെ 3ാമത്തെ കേസ് വരുമ്പോഴത്തേക്കും വെൽ പ്ലാൻഡ് ആയിട്ട് ഇയാൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യണം, റിമാൻഡ് 14 ദിവസമെങ്കിലും ഇയാളെ ജയിലിൽ ഇടണം എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെ ആവില്ലേ ഇത്? ഈ കേസുകളൊക്കെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഒരു തർക്കം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവം പുറത്തു വന്നത് എങ്ങനെയാണ്? റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന UDF അനുഭാവിയായിട്ടുള്ള VD സതീശനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അതിന് മുൻപേ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ഞാൻ മാധ്യമ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല, കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു യുവതി ഇദ്ദേഹവുമായിട്ട് ഇത്തരത്തിൽ ബന്ധമുണ്ടായിരുന്നു, ഗർഭിണിയായി, അബോർട്ട് ചെയ്യാൻ നിർബന്ധിച്ചു. പിന്നീട് മുൻപ് കൊടുത്തിട്ടുള്ള വിവാഹ വാഗ്ദാനം അയാൾ പിൻവലിച്ചു, ഈ കുട്ടിയെ വഞ്ചിച്ചു, ആ കുട്ടി വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയി. പിന്നീട് ഈ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കി എന്നൊരു വിവരം ആ സമയത്ത് പുറത്തു വരുന്നു. അതിനുശേഷം ഒരു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന VD സതീശനെ പിതൃതുല്യനായി കണക്കാക്കുന്നത്, ഞാൻ VD സതീശനോട് മുൻപേ പരാതി പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ഒരാള് ആണ് ആദ്യമായിട്ട് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിനുശേഷം ഒരു പുതിയ വ്യക്തി വരുന്നു. ആ വ്യക്തിയാണെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും രാഷ്ട്രീയ അനുഭവമുള്ള ഒരാളോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ ടൂളൊന്നുമല്ല, നേരിട്ട് അനുഭവമുള്ള ആളാണ്. അവരുമായിട്ടുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഈ വോയിസ് ക്ലിപ്പിൽ വളരെ ക്ലിയർലി ഇയാള് ഇവരുമായിട്ട് ഇങ്ങനത്തെ ബന്ധമുണ്ടായിരുന്നെന്നും കുട്ടിയെ വോട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നതും അതിനെ അവരെ വളരെ മോശം ഭാഷയിൽ അവരെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇയാൾ ഡിനൈ ചെയ്യുന്നില്ല.
ഇപ്പോഴും ഈ മൂന്നാമത്തെ കേസ് വരുമ്പോഴും പറയുന്നത് എന്താണ്, ഇതൊക്കെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ്. അല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ 2024-2025 കാലഘട്ടത്തിൽ ഒരേ സമയം 3-4 ആളുകളുമായിട്ട് ഇദ്ദേഹത്തിന് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു തരത്തിൽ ഒരു MLA-ക്കോ ഒരു ജനപ്രതിനിധിക്കോ യോജിക്കുന്ന പെരുമാറ്റമാണോ? അതൊരു ധാർമ്മികമായിട്ടുള്ള മര്യാദയുള്ള പെരുമാറ്റമാണോ? ഇത്തരത്തിലുള്ള ഒരു വീക്ക്നെസ് ഉള്ള, ഇത്തരത്തിലുള്ള മോറലി ഒരു ബുദ്ധിമുട്ടുള്ള ഒരാള് എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത്? ഈ രീതിയിൽ ഇയാളെ വശീകരിക്കാൻ, ഇയാളെ കൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യിക്കാനും സാധിക്കും എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ലേ അത് ഉന്നയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ന്യായീകരണം, ഇത് പൊളിറ്റിക്കലി കൊണ്ടുവന്നിട്ടൊരു ആരോപണമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. പ്രത്യേകിച്ചും ഈ പരാതികളെല്ലാം ഉള്ളത് തന്നെയാണ്. ഇതിലെ വിക്ടിംസ് എല്ലാവരും പലതരത്തിൽ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടിരുന്നു. ഇയാളെ പലരെയും ഞാൻ ഇനിയാണെങ്കിലും വിവാഹം കഴിച്ചോളാം എന്ന് വിശ്വസിപ്പിച്ച് അവരെ കാത്തിരുത്തിയിരിക്കുകയായിരുന്നു. ഒരു വിക്ടിം പുറത്തു വന്ന സമയത്താണ് മറ്റുള്ള ആളുകൾ അറിയുന്നത് ഞങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞങ്ങൾ എല്ലാവരും ചതിക്കപ്പെട്ടതാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാതികൾ വരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ എന്തായാലും അവർക്ക് പരാതി വരുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവും, അതിൽ നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഗെയിനും ഉണ്ടാവും. പക്ഷെ മറ്റുള്ളവർക്ക് കൊണ്ട് രാഷ്ട്രീയ ഗുണം ഉണ്ടാവും എന്നുള്ളത് ഇയാൾ ചെയ്ത കാര്യത്തിൽ ഇല്ലാതെയാക്കുന്നില്ലല്ലോ. തീർച്ചയായും ഇല്ല. പക്ഷെ ഈ പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തിനാണ് പലരും ഇങ്ങനെ സംശയിക്കുന്നത്. ശബരിമല വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതികൂട്ടി നിന്നിട്ടുള്ളത് നമ്മുടെ സർക്കാർ തന്നെയായിരുന്നു. പക്ഷെ അതൊരു ചർച്ചാ വിഷയമാവുന്ന അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു തദ്ദേശത്തിന് മുമ്പ് രണ്ടാമത്തെ കേസ് വരുന്നത്. അന്ന് ഈ പറയുന്ന രീതി ബലാത്സംഗത്തിന് ഒരു കേസ് ആയിരുന്നു വരുന്നത്. അന്നായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നതും, ഒളിവിൽ പോയതിനു ശേഷമാണ് ഈ പറയുന്ന ജാമ്യ ഹർജിയൊക്കെ സമർപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ഇതൊരു പൊളിറ്റിക്കലി മൂവ് ചെയ്തതല്ലേ, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പ്രേരിതമായി കൊണ്ടുവന്ന പരാതിപ്പെടലാണ്. ഇത് നടന്നിട്ടില്ല എന്നല്ല, പക്ഷെ ഇത് പരാതിയിലേക്ക് എത്താൻ അതിന് ആരുടെയെങ്കിലും പ്രേരണകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് നടന്ന സംഭവമാണെങ്കിൽ ഇവര് പരാതി കൊടുക്കാൻ ഭയന്നിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും അവരെ പ്രേരിപ്പിച്ച് ധൈര്യം കൊടുത്ത് പരാതി കൊടുപ്പിച്ചെങ്കിൽ തന്നെ അത് തെറ്റാണോ ശരിയാണോ നല്ലതല്ലേ? യഥാർത്ഥത്തിൽ അവരൊരു വിക്ടിം ഉണ്ട്, ആ വിക്ടിം പരാതി കൊടുക്കാതിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരെ പോയി കണ്ട് ധൈര്യം കൊടുത്ത് നീ പരാതി കൊടുക്കുക, ഞങ്ങൾ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ് കൊടുപ്പിച്ചാണ് തന്നെ വെക്കാം. വാദത്തിന് വേണ്ടി ഞാൻ പറയാം കേട്ടോ, ഒരു വിക്ടിം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പരാതി കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇരകളായിട്ടുള്ള സ്ത്രീകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്, പൂർ വിക്ടിംസ് എന്ന മറ്റേ പേര് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത്. ഒരു വിക്ടിമോ 2 വിക്ടിമോ ഒന്നും അല്ല, ധാരാളം ആളുകളുണ്ട്. ഒരു പറയുന്നത് ശരിയാണെന്നറിയില്ല, ഒരു പോക്സോ വിക്ടിം പോലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ പലതരത്തിലുള്ള ഉപജാപങ്ങളിലൂടെ സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള എത്ര മൂടി വെച്ചാലും ഒരു ഘട്ടത്തിൽ നിന്നൊക്കെ പുറത്തു വരില്ലേ. പ്രത്യേകിച്ചും ഇയാൾ വീണ്ടും ഇങ്ങനെ നിർഭയനായി സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങിയിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പോലെ വീണ്ടും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നു. അദ്ദേഹം സിനിമാ താരങ്ങളുമായിട്ട് ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നു. അദ്ദേഹം ഇനിയും ഞാൻ മത്സരിക്കും, ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ ഞാൻ ജയിക്കുമെന്ന് വെല്ലുവിളിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ചതിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു ആത്മരോഷം ഉണ്ടല്ലോ. നമ്മളെ ഇത്രയും പറ്റിച്ച് ശാരീരികമായിട്ട് ചൂഷണം ചെയ്തത് മാത്രമല്ല, ഒരു ജീവൻ എടുക്കുക. BNS സെക്ഷൻ 89 പ്രകാരം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് കോസിംഗ് മിസ്കാരേജ് എന്ന് പറയുന്നത്. ഒരാളെ നിർബന്ധപൂർവ്വം ഗർഭഛിദ്രം നടത്തിക്കുക, കോസിംഗ് മിസ്കാരേജ് ബൈ പ്രഷറൈസിംഗ് എന്ന് പറയുന്നത് ഒരു ജീവപര്യന്തം തടവിട്ടുന്ന ഒരു കുറ്റാണ്. ഒരു ജീവൻ എടുക്കില്ലേ അത്. നമ്മൾ ബാക്കിയെല്ലാം മാറ്റിയിട്ടുള്ളൂ. ധാർമ്മികമായിട്ട് നോക്കൂ, താൻ വേണമെന്ന് നിർബന്ധം പിടിച്ചുണ്ടാക്കുന്ന പ്രഗ്നൻസി. അല്ലാണ്ട് പെൺകുട്ടികളാരെയും ഞങ്ങൾക്ക് ഗർഭിണിയാണെന്ന് മോഹം പറയല്ല. നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നീ ഗർഭിണിയായാലേ വീട്ടിൽ സമ്മതിക്കണു എന്ന് പറഞ്ഞാൽ അവരെ നിർബന്ധപൂർവ്വം ഗർഭിണിയാക്കുകയും എന്നിട്ടത് ഗർഭഛിദ്രം ചെയ്യിക്കുകയും. അതായത് അതൊരു തരത്തിലുള്ള ഒരു പെർവർഷനാണ്. അത് എന്താ പറയുക, തന്റെ പുരുഷത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള പെർവർഷൻ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ രാഹുലിന്റെ ആ ഒരു ചിന്തന ജയിച്ചു വേണം പറയാൻ. കാരണം പല കേസുകളിലും ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളുടെയും ഈ പറയുന്ന കമന്റ് ബോക്സിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, രാഹുൽ എന്ത് തെറ്റാണ് ചെയ്തത്? അവനൊരു ആൺകുട്ടിയാണ്, അവനത് തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൺകുട്ടി എന്ന സങ്കല്പം നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ ഗർഭിണിയാക്കാനുള്ള വൈഭവം അല്ല ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരാൾക്ക് അച്ഛനാവാനുള്ള ശേഷിയല്ല ഒരാളുടെ അടുത്ത് പറയുന്നത്. അത് കുറെ കൂടി അർത്ഥതലങ്ങളുള്ള ഒരു ശബ്ദമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇതിലൊരു വേറൊരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടി ഉണ്ട്. ഇതിന്റെ പിന്നിൽ കൃത്യമായൊരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇത്തരം വിവാദത്തിൽപ്പെട്ട സമയത്ത് ആരും പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ നിഷ്പ്രയാസമാണ് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് പുറത്താക്കുന്നത്. അതിനുശേഷം ഒരു ദിവസങ്ങളോളം വീട്ടിൽ മുറിയടച്ചിരിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് അവസാനിക്കുന്നില്ല, ഈ വിഷയം തുടർന്നുകൊണ്ട് പോവാണ്. ഇത് ഷാഫി പറമ്പിലേക്ക് വരുന്നത് കണ്ടപ്പോഴാണ് ഒരു വിഭാഗം പെട്ടെന്ന് ആക്റ്റീവ് ആയത്.
അതായത് ഷാഫി പറമ്പിലിനെ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി കാണുന്ന, അയാളെ തങ്ങളുടെ നെക്സ്റ്റ് പൊളിറ്റിക്കൽ പ്രോജക്റ്റായി കണക്കാക്കുന്ന, ഒരു ബ്ലൂ ഐഡ് ബോയ് ആയി കണക്കാക്കിയിട്ട് അയാൾക്ക് പിന്നിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടം വിവാദം ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൽ അടുത്തത് വരാൻ പോകുന്നത് ഷാഫി പറമ്പിൽ കിടക്കും. കാരണം ഷാഫി പറമ്പിന്റെ പ്രോക്സി രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാം. ഷാഫി പറമ്പിന്റെ പിൻഗാമിയുടെ ആൾ അവരോധിച്ചിട്ടുള്ള ആളാണ്. അതിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയത് ഇയാളെയാണ്. പിന്നെ പാലക്കാട് MLA സ്ഥാനത്ത് മാറുമ്പോൾ പാലക്കാട് MLA കൊണ്ടുവരുന്നത് ഇയാളെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഷാഫി പറമ്പിലിന്റെ പിന്മുറക്കാരനാണ്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത്തരം കാര്യങ്ങളെ പറ്റി ഷാഫി പറമ്പിലിന് അറിയുമായിരുന്നില്ലേ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിന് മൗനാനുവാദവും പിന്തുണയും കൊടുക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരാളെയാണോ പാലക്കാടിന്റെ MLA ആക്കാൻ ഇയാളെ നിർബന്ധം പിടിച്ചത്? അങ്ങനെ ഒരു അധികാര സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിക്ടിംസിനെ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഇയാൾക്ക് ഒരുക്കി കൊടുക്കുകയല്ലേ? ഇയാൾ ചെയ്ത് തുടങ്ങിയിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ഷാഫിക്ക് നേരെ ഇതൊരു വിഷയമാക്കി വരരുത്, ഇത് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കരുതെന്ന് താല്പര്യമുള്ള ഒരാളാണ്. വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടം ബ്രിഗേഡായിട്ട് അവതരിച്ചതും അയാൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ സൈബർ ബുള്ളിങ് നടത്തിയിട്ടും അവരെ എല്ലാം ആക്ഷേപം നടത്തിയിട്ടും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് ഒരു രക്ഷയില്ല. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ ഇവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തതിന്റെ പേരിൽ ഓൺലൈൻ ചിത്രമാണ്. മിനിറ്റുകൾക്കുള്ളിലൊക്കെ ആൾക്കാർ അഭിപ്രായം മാറ്റുന്നത് കണ്ടു. ഇപ്പൊ രാവിലെ വന്നിട്ട് അയാളെ സ്ഥാനാർത്ഥിയാക്കാൻ വലിയ യോഗ്യതയൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെ കുറച്ചു കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോ നിയമപ്രകാരം പ്രശ്നമൊന്നുമില്ലെങ്കിൽ അയാൾക്ക് ആയിക്കോട്ടെ. അല്ല, ഇതിൽ എന്താ വെച്ചാൽ കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് കുറെ കമ്മ്യൂണലാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിന് മുറിവേക്കോ പറഞ്ഞ് കുറെ ആൾക്കാർക്ക് കൊള്ളുമായിരിക്കും. പക്ഷെ അത് സത്യമാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഷാഫി പറമ്പിൽ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. ആ ഷാഫി പറമ്പിലിനെ അടുത്ത നെക്സ്റ്റ് പ്രോസ്പെക്റ്റീവ് CM ആയി കണക്കാക്കുന്ന, തങ്ങളുടെ CM ആയി കണക്കാക്കുന്ന വിഭാഗമുണ്ട്. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വന്നിട്ടുള്ള ഈ പ്രശ്നം എന്ന് പറയുന്നത് നാളെ ഷാഫിയിലേക്ക് എത്തിയേക്കാവുന്ന ഒരു പ്രശ്നമാണ്. അത് ഷാഫിയിലേക്ക് എത്താതെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ള താല്പര്യത്തിലാണ് രാഹുലിന് ഇപ്പൊ ഉണ്ടാവുന്ന പിന്തുണ. ഈ പിന്തുണ കൊണ്ട് എന്താ സൃഷ്ടിക്കപ്പെട്ടത്? രാഹുലിനെ വിമർശനം ഉന്നയിക്കാൻ ആർക്കും ധൈര്യമില്ലാത്ത സ്ഥിതി വന്നു. രണ്ട് കാര്യങ്ങൾ കണ്ടത്. ഒന്ന്, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. രണ്ട്, കൂടുതൽ വിക്ടിംസിന് പുറത്തു വരാൻ കഴിയാത്ത സാഹചര്യം വന്നു. വിക്ടിമായിട്ട് പുറത്തു വന്നിട്ട് ഇയാളെ കോൾ ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന എന്താ? സ്ലട്ട് ഷെയ്മിംഗ് ആണ്. അവരെ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ ഭർത്താക്കന്മാരുടെ സ്ത്രീകൾ എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ പോയി റൂം എടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇവര് വളരെ മോശം തരത്തിലുള്ള സ്ത്രീകളാണ്, ഇവര് എന്തോ സദാചാര വിരുദ്ധരാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ സ്ലട്ട് ഷെയിം ചെയ്യാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ ഒരു വിക്ടിമിന് പുറത്തു വരാൻ ധൈര്യം ഉണ്ടാവില്ല. നാളെ ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ അനുഭവം ഉണ്ടാവുക എന്ന് പേടിണ്ടാവും. അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പിന്നിലെ താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാതല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റാവുന്നത്തോളം ഡാമേജ് പറ്റി കഴിഞ്ഞു. അയാൾക്ക് സംഭവിക്കാവുന്നതിന്റെ പരമാവധി സംഭവിച്ചു. അയാളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ അവസാനിച്ചു. അയാൾക്ക് നാളെ ഇനിയിപ്പോ ഒരു MLA ആയിട്ടോ ഒരു MP ആയിട്ടോ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പദവിയിൽ ഇരിക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് സീറ്റ് കൊടുക്കില്ല, അല്ല പാർട്ടിയിൽ പുറത്താക്കി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാപ്റ്റർ ഏതാണ്ട് അവസാനിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഗോഗാവെടിയൊന്നും, ഇത് ഷാഫി പറമ്പിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതൽ വെടിയാണ്. രാഹുൽ പറഞ്ഞ രാഹുലിന്റെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ ചാൻസ് ഉണ്ടാവില്ലേ? ഒരു കാരണവശാലും ഉണ്ടാവില്ല. അത് ഒരു അറ്റകൈ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് ഒരിക്കലും ഒരു സീറ്റ് ഇല്ല. അതെന്തായാലും ഇത്തവണ ഉണ്ടാവില്ല. 2026 എന്തായാലും ഉണ്ടാവില്ല. അതിനുശേഷം പിന്നീട് ഇനി ഒരു സമയത്ത് കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ സാധ്യതയില്ല. കോൺഗ്രസിൽ ഇനി ചാൻസ് ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റു പാർട്ടികളിലേക്ക് പോകാൻ ശ്രമം നടത്തുമായിരിക്കും. അത് സാധിക്കാതെ വന്നാൽ ഒറ്റയ്ക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചേക്കും. പക്ഷെ അപ്പോഴേക്കും ഈ പറയുന്ന ഫാൻ ഫോളോയിങ് ഒക്കെ അവസാനിച്ചിട്ടുണ്ടാവും. കാരണം ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴേ ഈ ഫാൻ ഫോളോയിങ് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഈ ഫാൻ ഫോളോയിങ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം തരംഗത്തിന്റെ ഉൽപ്പന്നമായിട്ടാണ്. ഇതിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ ആ സാധനം തന്നെ അവസാനിക്കും. കടലിലെ തിരയടിക്കുമ്പോൾ നമ്മൾ ബക്കറ്റിൽ കോരിക്കൊണ്ടു കഴിഞ്ഞാൽ ബക്കറ്റിൽ തിരയടിക്കില്ലല്ലോ. അത് നമുക്ക് പ്രതിമാസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ ചൂടിൽ പിന്നെ നിലനിൽപ്പ് ഏറെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിച്ചാലേ അടങ്ങുള്ളൂ. രാഹുലിനോട് പുറത്താക്കി കഴിഞ്ഞല്ലോ. കോൺഗ്രസ് പാർട്ടി പുറത്താക്കി കഴിഞ്ഞു. അല്ല, ശരിയാണ്. അവർ പരമാവധി പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷെ അയാളെ പുറത്താക്കാതെ നിവൃത്തിയില്ല എന്ന് പറയുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിലേക്ക് കോൺഗ്രസ് എത്തിയപ്പോൾ അവർ പുറത്താക്കി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗമല്ല. പക്ഷേ ഈ പറയുന്ന പോലെ ജനപ്രതിനിധിയുടെ പദവിയിൽ അദ്ദേഹം സാങ്കേതികമായി കുറച്ചു കാലം കൂടെ തുടരും. അതിനുശേഷം അതും അവസാനിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. രാഹുൽ മാങ്കൂട്ട വിഷയത്തിന്റെ ഒരു വിവിധ ഡയമെൻഷൻസ് തന്നെയായിരുന്നു ഇപ്പോ ശംഖു നമുക്ക് പറഞ്ഞത് അല്ലെങ്കിൽ സംസാരിച്ചത്. രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് ഈ പറയുന്ന കേസ് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അതിന്റെ ഓരോ ഘട്ടങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ തീവ്രതയെ പറ്റി കൂടുതൽ പരിശോധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി.